മൺഡേ കമന്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് 5ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ ഇതില് കുറച്ച് കൂടുതൽ ഞാൻ എതിരഭിപ്രായങ്ങളും കൂടി എടുത്തിട്ടുണ്ട്. അതായത് നെഗറ്റീവ് എന്ന് പറയുന്നില്ല, ചില തെറ്റിദ്ധാരണകൾ ഞാൻ ചില വീഡിയോകളിൽ പറഞ്ഞതിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. അതിന്റെ അകത്ത് വന്നിരുന്ന ചില കമന്റ്സ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കമന്റ് നോക്കാം. വിജിത് വിജയൻ എന്നൊരാളുടെയാണ്. എനിക്കൊരു 5.1 ആംപ് വേണം, കോണ്ടാക്ട് നമ്പർ തരുമോ? അപ്പോ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ഏകദേശം ഒരു ദിവസം എത്ര കോൾ വരും. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ എത്ര കോള് വരാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം ഊഹിച്ചെടുക്കാൻ പറ്റുന്ന വിചാരിക്കും. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഞാൻ ആ കോൾ ഒഴിവാക്കിയത്. പിന്നെ വാട്സപ്പിൽ മാത്രമായിരുന്നു. പിന്നെ വാട്സപ്പിൽ ഇപ്പോ വളരെ, അതായത് നെറ്റ് ഓണാക്കുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റിൽ 2-3 കോൾ വരും. ഇപ്പോ എല്ലാവരോടും അഭിപ്രായം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാ പേജിൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാനിപ്പോ അതിലേക്കാണ് റിപ്ലൈ ചെയ്യുന്നത്. കാരണം അപ്പൊ ഇൻസ്റ്റയിൽ ആ കോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി എന്നത്. ഞാൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി മെസ്സേജ് അയക്കുന്നവരൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാം. വാട്സാപ്പിലും റിപ്ലൈ ചെയ്യും, പക്ഷേ ഈ കോൾ ഞാൻ ഓഫ് ചെയ്യാനാണ് സാധ്യത. രണ്ടാമത്തെ കമന്റ് സുജിത് KS എന്ന ആളുടെയാണ്. 25 വാട്ട് 50 വാട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. വാട്സ് കൂടുമ്പോൾ വേഗം ചൂടാകുമോ അതോ ചൂട് കൂടുതൽ ആകുമോ? വാട്സ് കൂടുന്നതിന്റെ പെർഫോമൻസ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അപ്പൊ ഇത് നമ്മളുടെ സോൾഡറിംഗ് ടിപ്സിന്റെ വീഡിയോയിൽ വന്ന കമന്റ് ആണ്. അപ്പൊ വാട്സ് കൂടുമ്പോൾ ചൂട് കൂടുകയാണ് ചെയ്യുന്നത്. ചൂടാകാൻ ടൈം കൂടുന്നുണ്ട്, ചൂട് കൂടുതലുമാണ്. അപ്പൊ അതാണ് വ്യത്യാസമുള്ളത്. പെർഫോമൻസ് അറിയാൻ പറ്റുന്നത് അത് നമ്മളിത് ലെഡ് ഉരുക്കി നോക്കുമ്പോൾ, അതായത് നമ്മളൊരു സോൾഡറിംഗ് പോയിന്റിൽ 25 വാട്ട്സ് വെച്ചിട്ട് ചൂടാകത്തതിനോട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് 50 വാട്ട്സ് വെച്ചിട്ട് സോൾഡർ ചെയ്യും. അപ്പൊ അത് അവിടെ ചെയ്യുമ്പോൾ ആ പെർഫോമൻസ് മനസ്സിലാവും. അടുത്ത കമന്റും അതേപോലെ തന്നെയാണ്. ദീപു ഗോപിനാഥ് എന്നൊരാളുടെയാണ്. വാട്സപ്പിൽ എന്താ റിപ്ലൈ തരാത്തത്? അതന്നെയാണ് ഇതിനു മുമ്പ് പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ആദ്യത്തെ കമന്റിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതിലും പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇത് റാൻഡം പിക്കർ വെച്ചിട്ട് എടുത്തപ്പോ അങ്ങനെ വന്നതാണ്. വാട്സപ്പിൽ റിപ്ലൈ തരാത്ത എന്താന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതന്നെയാണ് റിപ്ലൈ. ആദ്യം പറഞ്ഞ തന്നെയാണ്. ഇന്നും അതിൽ കൂടെ മെസ്സേജ് അയക്കുക. അടുത്ത കമന്റ് VG ക്രിയേഷൻസ് എന്ന ചാനലിന്റെ. അപ്പോ എന്തോ പുകഞ്ഞു, അതാണ് കമന്റ്. അപ്പൊ പുകഞ്ഞത് എന്താന്ന് വെക്കുമ്പോ ആ ഒരു വീഡിയോയില് സബ്ബൂഫർ വെക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് രാത്രി ഞാൻ ഷൂട്ട് ചെയ്ത്, വൈകുന്നേരം ഒരു 7 മണിക്കായി ഉണ്ടാവും അപ്പോഴാണ് ഷൂട്ട് ചെയ്ത്. അപ്പൊ ആ സമയത്ത് ഇവിടെ ഭയങ്കര കൊതുക് ശല്യം. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഈ കൊതുക് തിരി കത്തിച്ച് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പൊ അതിന്റെ പുകയാ പോയത്. അപ്പൊ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും ഞാനൊരു സിഗരറ്റ് ഒക്കെ ഇവിടെ കത്തിച്ച് വെച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് വീഡിയോ എടുക്കുകയാണ്. അപ്പൊ അതല്ല സംഭവം, ഇങ്ങനെയാണ് സംഭവം. അടുത്ത കമന്റ് ജോമിത് ജോഷി എന്നാളുടെയാണ്. കമ്പനി കാർ സ്റ്റീരിയോ വീട്ടിൽ വെച്ച് യൂസ് ചെയ്യുന്നത് നല്ലതാണോ ഒന്ന് പറയാമോ? നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഏത് കമ്പനി കാർ സ്റ്റീരിയോ നമുക്ക് വീട്ടിൽ വെച്ച് ഉപയോഗിക്കാം. കൃത്യമായിട്ട് നല്ല 12 വോൾട്ട് നല്ല ആംബിയറുള്ള സപ്ലൈ കൊടുത്താൽ ഏത് കമ്പനി കാർ സ്റ്റീരിയോ വീട്ടിൽ ഉപയോഗിക്കാം. കുറഞ്ഞ വോൾട്ടും ആംബിയറും വെച്ചാൽ ആ വർക്കിംഗ് നന്നാവില്ല. കൂടിയ വോൾട്ടേജ് കൊടുത്താൽ അത് കത്തിപ്പോകും. ഇതാണ് രണ്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ സ്പീക്കർ കാറിലൊക്കെ വയറിംഗ് ചെയ്യുന്ന വളരെ ക്വാളിറ്റിയുള്ള വയറൊക്കെ ഉപയോഗിച്ചായിരിക്കും. ലോക്കൽ വയർ ഇട്ട് കൊടുത്തിട്ട് ഷോർട്ടായിട്ട് IC പോവുക അങ്ങനെയൊന്നും ശ്രദ്ധിക്കുക. അങ്ങനെയൊന്നും സംഭവിക്കാതെ ശ്രദ്ധിക്കുക. അടുത്ത കമന്റ് മൊത്തത്തിൽ ഒരു വീഡിയോക്ക് വന്നാണ്. അതായത് ആ JBL ഒറിജിനൽ എന്നുള്ള ആ വീഡിയോക്ക് വന്ന കമന്റ്സ് ആണ്. അപ്പൊ അതിനകത്ത് ആദ്യം നമ്മളുടെ പ്രോവോക്ക് ഓഡിയോ ചാനലിന്റെ കമന്റ് ആണ്. JBL സബ്ബൂഫർ ചൈന മെയ്ഡ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഇന്ത്യയിൽ ഹെർമാൻ പ്രോഡക്റ്റ് ഒറിജിനൽ അധികം ചൈന മെയ്ഡ് തന്നെയാണ്, JBL പ്രൊഫഷണൽ ഉൾപ്പെടെ. പിന്നെ JBL ഇന്ത്യയിൽ ഇറക്കുന്ന 3000-4000 പ്രൈസ് വരുന്നതൊക്കെ JBLന്റെ ഏറ്റവും ചീപ്പ് സബ്ബൂഫർ ആണ്. പക്ഷെ ആ പ്രൈസിൽ നമുക്ക് JBL ബെസ്റ്റ് ആണ്. ലോക്കലിൽ മുന്തിയതാണ് നമുക്ക് വേണ്ടത്. കറക്റ്റ്. 3500 രൂപയ്ക്ക് 1000-1200 വാട്ട്സ് ആ മാർക്കറ്റിംഗ് ആണ് JBL ഇന്ത്യൻ സബ്ബൂഫറുകളിൽ നടത്തുന്നത്. വളരെ കറക്റ്റായ അഭിപ്രായം. ഞാൻ പറഞ്ഞു വന്ന അഭിപ്രായം ഇത് തന്നെ. അതിൽ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് ഞാൻ പറയാം. മറ്റൊരു കമന്റ് അതുൽ കൃഷ്ണ എന്നാളുടെയാണ്. ബ്രദർ JBL ഒറിജിനൽ മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിലും ഉണ്ട്. ഇന്ത്യയിൽ വരുന്ന JBL പ്രോഡക്ട്സ് ഒന്നും മിഡിൽ ഈസ്റ്റ് റീജിയൻ ഉള്ളതും ഒക്കെ നോക്കിയാൽ മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്. അല്ലാണ്ട് മെയ്ഡ് ഇൻ ചൈന എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് JBL എന്നല്ല. ഞാൻ ഇവിടെ UAE ഹെർമാനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇറങ്ങുന്നതൊക്കെ റീജിയൻ ബേസ്ഡ് പ്രോഡക്ട്സ് ആണ്. അത് JBL ആയാലും ഹെർമാൻ കാർഡൺ ആയാലും അതിന്റെ മെയ്ഡ് ഇൻ നോക്കിയാൽ ചൈന തന്നെയാണ്. ദാറ്റ് മീൻസ് അവർ ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല. 2 എണ്ണം കൂടി ഉണ്ട്. അപ്പൊ അത് പറയാം. ആ 2 എണ്ണാണ് നമ്മളുടെ സ്ട്രോങ് ഉള്ള കമന്റ്. അതായത് ജുവൽ വോയിസ് ടെക് എന്ന ചാനലാണ് എന്ന് എന്റെ അഭിപ്രായം. അപ്പോ എന്തൊരു തള്ളാണതോ, ചൈനയിൽ ഉണ്ടാക്കുന്നതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തന്നോട് ആരാ പറഞ്ഞത്? JBL മുതലാളി കേൾക്കണ്ട എന്റെ പൊന്നു ചേട്ടാ. അപ്പോ മറ്റൊരു കമന്റിന് അദ്ദേഹം റിപ്ലൈ ചെയ്തതാണ്. ചൈനയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാളുടെ വിവരക്കേട് എന്നേ പറയാൻ പറ്റൂ. അപ്പൊ ഇത്രയും ആളുകൾ റിയാക്ട് ചെയ്തതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഞാൻ അതിൽ പറഞ്ഞ ആ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞ ആ ധ്വനിയിൽ അത് ചില തെറ്റിദ്ധാരണകൾ എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ ആ ആദ്യത്തെ ഭാഗം ഒന്ന് കണ്ടു നോക്കുക.
JBL ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഇതാണ് JBL ഒറിജിനൽ. നമ്മളെ JBL ഏത് സ്പീക്കർ അല്ല ഒറിജിനൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നത് ആ JBL എഴുതിയ ഓറഞ്ച് സ്റ്റിക്കറുള്ള ആ സാധനം, അതായത് ഇവിടെ ഒരു സിമ്പിൾ കണ്ടല്ലോ, ഇതേപോലുള്ള സ്റ്റിക്കർ ഉള്ളത് JBL ഒറിജിനൽ ആണ്. JBL ഒറിജിനൽ ആണ് എന്നുള്ള ധാരണയുണ്ട്. അവരുടെ തന്നെ ആ JBLന്റെ ഒറിജിനൽ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ സാധനമാണ് ഈ കാണുന്നത്. മറ്റതെല്ലാം ആ ചൈന മെയ്ഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ആണ് ആ തെറ്റിദ്ധാരണയുടെ തുടക്കം. അതായത് ഞാൻ JBL ഒറിജിനൽ ഇതാണ്, ആ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതെന്ന് ഞാൻ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഒറിജിനൽ കമ്പനി വെബ്സൈറ്റിൽ നിന്ന്, കമ്പനി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കമ്പനി വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനം, അതാണ് എനിക്ക് JBL ഒറിജിനൽ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം. ഇതുപോലെ JBL.com എന്ന സൈറ്റിൽ പോയിട്ട് ഇതുപോലെ ഒറിജിനൽ ആയിട്ട് അവിടുന്ന് ആ കമ്പനി വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്ത് സാധനം പർച്ചേസ് ചെയ്യുന്നതിനാണ്, ആ ടൈപ്പ് പ്രോഡക്റ്റിനാണ് ഞാൻ ഒറിജിനൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അത് ആ വീഡിയോയിൽ ഉദ്ദേശിച്ചതും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ JBL.in അതായത് .in/JBL.com എന്ന സൈറ്റിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക, നമ്മൾ JBL Go സെർച്ച് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ആ വെബ്സൈറ്റിൽ നമുക്ക് ഈ JBL Goന്റെ പ്രോഡക്റ്റുകൾ കാണാം, നമുക്ക് അവിടെ ബുക്ക് ചെയ്യാം, നമുക്ക് പർച്ചേസ് ചെയ്യാം. കാരണം അത് JBL തന്നെ വെബ്സൈറ്റിലുള്ളതാണ്, നല്ല ഒറിജിനൽ പ്രോഡക്റ്റ് ആണെന്ന് നമുക്കറിയാം. അതേസമയം നമ്മൾ ഇപ്പൊ JBL 1500 നമുക്കറിയാം ഏതാണ്, അത് സെർച്ച് ചെയ്യാം. ആ നമ്പർ അതല്ലേ നമുക്ക് അറിയുന്ന പേര്, അത് സെർച്ച് ചെയ്യാം. അപ്പൊ വി ആർ സോറി, വി കുഡന്റ് ഫൈൻഡ് എ മാച്ച് ഫോർ JBL 1500. ഇതാണ് അവസ്ഥ. അപ്പോ ഈ ഒറിജിനൽ അല്ലായ്മയാണ് ഞാൻ പറഞ്ഞ ആ ഒറിജിനൽ. അതായത് അത് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, ആ വെബ്സൈറ്റിലുണ്ട്, ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള സാധനമാണ് എനിക്ക് JBL ഒറിജിനൽ. മറ്റതൊക്കെ അവരുടെ സഹോദര സ്ഥാപനങ്ങളുടെ ആയിരിക്കാം, ആണ്. പക്ഷെ അത് എനിക്ക് JBL ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ ടൈപ്പാണ്, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ എന്റെ അഭിപ്രായമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവർക്ക് അത് വിഷമമായി തോന്നിയതിൽ എല്ലാവരും അങ്ങനെയുള്ള അതിനൊന്നും തള്ളി പറഞ്ഞതല്ല, അങ്ങനെയൊന്നും ക്ഷീണാക്കി പറഞ്ഞതല്ല. അതായത് അത് വളരെ മോശം പ്രോഡക്റ്റ് ആണ് എന്നൊന്നും പറഞ്ഞതല്ല. അങ്ങനെ തെറ്റിദ്ധാരണ ഒന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, അത് മനസ്സിലാക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആ കമന്റ് ചെയ്ത വ്യക്തികൾ കണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറിയും വിചാരിക്കുന്നു. ഇനി ഭാവിയിൽ അങ്ങനെയുള്ള വാക്കുകൾ എന്റെ വായിന്ന് വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ ലാസ്റ്റ് കമന്റ് ജൂബി രാജ് എന്ന ആളുടെയാണ്. നിങ്ങളുടെ വീഡിയോ ഒന്നും പൂർണ്ണമല്ല. കഴിഞ്ഞ വീഡിയോ JBL സബ്വൂഫറിൽ ആ ഫേസ് 0180 കൂടെ പറഞ്ഞാൽ നല്ലതായിരുന്നു. എല്ലാ വീഡിയോയിലും അത് ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണാൻ മടിപ്പാണ്. വീഡിയോ ലെങ്തി ആയാൽ എന്താ കുഴപ്പം? ഇൻഫർമേഷൻ ഫുൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇൻസ്റ്റെഡ് ഓഫ് അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം എന്ന് പറയാതെ. ഇത് അങ്ങോട്ടും ഇങ്ങനെ ആയാൽ അൺസബ്സ്ക്രൈബേഴ്സ് കൂടും. ഞാൻ ഒരു വീഡിയോയിൽ അത്രയും നീളം കുറയ്ക്കാൻ കാരണം എനിക്കിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് സമയം, അതായത് സാവകാശങ്ങളുണ്ട്. അതായത് ഒരു പഴയ ലാപ്ടോപ്പ് വെച്ച് എഡിറ്റ് ചെയ്യുന്ന പറഞ്ഞല്ലോ, അപ്പൊ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് കൂടുതൽ ടൈമോ അത് എറർ എന്നുള്ള അവസ്ഥയില്ലാതെ ഔട്ട്പുട്ട് തരില്ല. അപ്പോ ആ 10-15 മിനിറ്റിന്റെ താഴെയുള്ള വീഡിയോകളാണ് കിട്ടുക. 15 മിനിറ്റിന്റെ മേലോട്ട് ഉണ്ടാക്കുമ്പോൾ 2 പീസായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യണം. അങ്ങനെയാണ് എന്റെ ലാപ്ടോപ്പിൽ പറ്റുക. എനിക്ക് എന്റെ ഫോണിലും ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ അങ്ങനെ കൈൻമാസ്റ്റർ ഒന്നും കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല. വലിയ വീഡിയോ ആകാൻ താല്പര്യമില്ലല്ല, വലിയ വീഡിയോ ആക്കാത്തത് അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ഗിയേഴ്സ് ഒക്കെ എത്തി വരുമ്പോൾ ഞാൻ ആ വലിയ വീഡിയോകളായിട്ട് തന്നെ ചെയ്യും. ഇപ്പൊ അത് സാഹചര്യം ഇല്ല, അതുകൊണ്ടാണ്. അപ്പൊ അത് ഞാൻ മുൻപ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോ ആ 180 ഫേസ് ഷിഫ്റ്റ്, ഫേസ് ക്യാൻസലേഷൻ അത് പറയാത്തത്, അത് വ്യക്തമായി പറയണമെങ്കിൽ ഒരു വീഡിയോയുടെ ഇടയിൽ കൂടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഞാൻ അതിൽ പറയുന്നത് ആ JBLന്റെ സ്പെസിഫിക്കേഷൻ ആണ്. ആ JBLന്റെ സ്പെസിഫിക്കേഷനിൽ ആ കാര്യം കാണിച്ചു. പക്ഷെ അതിന്റെ ആ ഡീറ്റെയിൽ ആയ കാര്യം കാണിക്കാൻ വേറൊരു വീഡിയോ ആണ് എന്റെ മനസ്സിൽ ഏറ്റവും നല്ല അഭിപ്രായം. അതിലെ അതിനെ കൂടുതൽ വ്യക്തമാക്കാൻ പറ്റുള്ളൂ. മറ്റത് ഇതിന്റെ കൂടെ അത് മാത്രം പറയുമ്പോൾ അതിന്റെ മറ്റ് ഫ്രീക്വൻസി റേഞ്ചിനെ പറ്റി പറയണം, ബോക്സിന്റെ ഡയമെൻഷനെ പറ്റി പറയണം, അങ്ങനെ എല്ലാം പറയണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് അതിൽ അങ്ങനെ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു ഒഴിവാക്കിയത്. ആ ഫേസ് ക്യാൻസലേഷൻ പറയേണ്ടത് തന്നെയാണ്. അത് ഞാൻ പിന്നീട് പറയുന്നത് ചെയ്യും, അത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു കമന്റ് സെക്ഷൻ വീഡിയോ ആയിട്ട് അടുത്ത തിങ്കളാഴ്ച കാണാം. അപ്പൊ അതുവരെ ഗുഡ് ബൈ.